ഇന്ത്യ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. എപ്പോഴും ഒരു മലയാളി ലോകോത്തര മത്സരങ്ങളിൽ ഫൈനലിൽ എത്തുമ്പോൾ ഉണ്ടാവുന്നത് ഇന്ത്യക്ക് ഒരു ഐശ്വര്യം തന്നെയാണ്. നമ്മുടെ ശ്രീശാന്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. T20 വേൾഡ് കപ്പ് നേടിയപ്പോഴും ശ്രീശാന്ത് ഫൈനലിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ 50 ഓവർ ക്രിക്കറ്റിൽ ധോണിയുടെ സിക്സർ പായിച്ച് ഇന്ത്യ വിജയക്കൊടി പാറിച്ചപ്പോഴും ശ്രീശാന്ത് ടീമിലുണ്ടായിരുന്നു. ഇപ്പോൾ സഞ്ജുവിൻ്റെ സാന്നിധ്യം ടീമിനെ ഒരു ഗുണകരമായ തലത്തിലേക്ക് എത്തിക്കുമെന്നതിൽ സംശയമില്ല. എന്നിരുന്നപ്പോഴും സഞ്ജു ഒരു ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി ആരാധകർ നോക്കിക്കാണുന്ന ഒരു താരമാണ്. സഞ്ജു ടീമിലുണ്ടെങ്കിൽ ഈ ഫൈനൽ നിസ്സാരമായി ജയിക്കാം എന്ന് പറയുന്നവരാണ് കൂടുതൽ. ഈ അടുത്ത് നടന്ന ഒരു പോളിൽ ഏഷ്യ കപ്പ് ഫൈനലിൽ സഞ്ജു സെഞ്ചുറി അടിക്കും എന്നുവരെ പറയുന്ന ഒരു പോൾ കണ്ടിരുന്നു. അത്തരത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കട്ടെ. നമ്മൾ മലയാളികൾക്ക് സഞ്ജു സാംസൺ എന്നാൽ ഒരു കളിക്കാരൻ മാത്രമല്ല, ഒരു വികാരം കൂടിയാണ്. ഫൈനലിൽ സഞ്ജുവിൻ്റെ പോരാട്ട വീര്യം നമുക്ക് കൺകുളിർക്കെ കാണാനുള്ള ഒരു അവസരമുണ്ടാവട്ടെ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സഞ്ജുവിനെ ടീം മാനേജ്മെൻറ്റ് തന്നെ, അതായത് ഗൗതം ഗംഭീർ തന്നെ തളർത്തി ബെഞ്ചിലിരുത്തുമോ, അതോ മുൻനിരയിലേക്ക് പ്രൊമോട്ട് ചെയ്യുമോ, അതോ മധ്യനിരയിൽ തന്നെ ഈ 8ഉം 9ഉം സ്ഥാനങ്ങളിൽ തഴയുന്നതല്ല കേട്ടോ, മധ്യനിരയിൽ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പൊസിഷനിൽ കളിപ്പിക്കുമോ? ഇന്ത്യ പാകിസ്ഥാൻ ഫൈനലിൽ ആര് ജയിക്കും? സഞ്ജു എത്ര റൺസ് നേടും? ഇതെല്ലാം നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താം. സ്പോർട്സ് പിച്ചിൻ്റെ പ്രേക്ഷകർക്ക്